രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നില്ല. എന്നാൽ ഈ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിനെ ധിഖരിച്ചുകൊണ്ട് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കന്മാർ കൂട്ടത്തോടെ അയോധ്യയിലെത്തുമ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും അയോധ്യയിലെത്തിയ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇന്നലെ ഭക്തർ പൊതുരെ പഞ്ഞിക്കിട്ട് കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ എത്തിയ കോൺഗ്രസിന്റെ നേതാക്കന്മാരായ അവിനാഷ് പാണ്ഡെ, സംസ്ഥാന അധ്യക്ഷൻ അജയ് റായ് എന്നിവരടങ്ങുന്ന സംഘമാണ് എത്തിയത്. ഹനുമാൻ ഗർഹിയിൽ നിന്നും എത്തിയ സംഘം വലിയൊരു കൂട്ടമായി തന്നെയാണ് എത്തിയത്. അയോധ്യയിലെത്തിയ ശേഷം പ്രധാന കവാടം അകത്ത് കടന്ന സംഘം എത്തി അവിടെ കോൺഗ്രസിൻ്റെ പതാക വീശുകയുണ്ടായി. ഇതോടുകൂടി ഭക്തർ രോക്ഷാകുലരായി. അവർ ഈ പതാക വലിച്ചെറിയുകയും ഈ വിധ രാഷ്ട്രീയ അഭ്യാസങ്ങൾ ഈ ക്ഷേത്രത്തിനകത്ത് വേണ്ട എന്ന് പറയുകയും ചെയ്തു. തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ച് ഭക്തരെ ആക്രമിക്കാൻ ശ്രമിച്ചു. തുടർന്ന് അവിടെ നടന്നത് ഒരു നല്ല രീതിയിലുള്ള സംഘർഷം തന്നെയായിരുന്നു. ഏതായാലും അതിൻ്റെ വീഡിയോ ന്യൂസ് 18 നൽകിയിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞങ്ങളുടെ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കാണാവുന്നതാണ്. ഏതായാലും രാഷ്ട്രീയ വേദിയെ അല്ല ക്ഷേത്രങ്ങൾ എന്നുള്ള കാര്യം കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും മുഖം നഷ്ടപ്പെട്ട കോൺഗ്രസിന്, പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിച്ച് മുഖം നഷ്ടപ്പെട്ട കോൺഗ്രസിന് ഒടുവിൽ അവിടെ നടന്ന ഈ കോമാളിത്തരം വലിയ തിരിച്ചടിയായി മാറുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.